എല്ലാവർക്കും ഷിങ്കൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിസ്റ്റർ ഷെഫ് പിള്ള ഉണ്ടല്ലോ, അദ്ദേഹം ഒരു വീഡിയോയില് മീൻ തേങ്ങാ പൊരിപ്പ് എന്ന് പറയുന്ന ഒരു റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഇത്തിരി വലുപ്പമുള്ള കഷ്ണം മീൻ വെച്ചിട്ടാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കത് മത്തി കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാന്ന്. അപ്പൊ നമ്മുടെ മത്തി ആകുമ്പോൾ നമുക്ക് നല്ലൊരു മീനാണ്, മാത്രമല്ല നല്ല സുലഭമായിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നല്ല ചെറിയ ചാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ തൃശ്ശൂർക്കാർ ചാളാന്നാണ് പറയുക. അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ മത്തി ഇവിടെ നല്ല രീതിയിൽ തന്നെ വരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും പിന്നെ കുരുമുളക് പൊടി ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് അല്പം നാരങ്ങ നീരും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും, നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനൊന്ന് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ചാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിനെല്ലാതിനും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചെറുള്ളിയാണ് ആദ്യം അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്, ഇതും നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അപ്പോൾ ഇത്രയും വെളുത്തുള്ളി ഇത് നമ്മളൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നാളികേരം, ഇത് ഞാൻ മറന്നു പോയിട്ടോ പറയാം. അപ്പോൾ നാളികേരം കൂടി ഉണ്ട്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് നാളികേരം. അപ്പോൾ ഇതും കൂടിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി മത്തി ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ ഇതൊന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചെറുള്ളിയും കൂടി ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. ഈ ചെറുള്ളി ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണ പോലെ മൊരിച്ചെടുക്കണം. അങ്ങനെ അതൊന്ന് ഏകദേശമായി വരുമ്പോൾ ഈ നാളികേരം കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുള്ളിയും വറ്റൽമുളകും മുളക് പൊടിയും, അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിലൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ. അതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ഈ ചാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീനിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ സ്റ്റോക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മത്തി തേങ്ങാപ്പൊരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. മാത്രമല്ല നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.